Hi friends, welcome back to my YouTube channel. Please subscribe, like and share. This is our ninth lecture on the third module of Keynesian macroeconomics. Today we are going to discuss an important topic or an important theory of Keynes, that is marginal efficiency of capital, or simply MEC. What is MEC or what is marginal efficiency of capital? MEC is the expected rate of return over cost of a capital asset, or MEC is the highest or expected profitability of a capital asset. It is the highest return over cost expected from using a capital asset. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ, ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ക്യാപിറ്റൽ അസറ്റിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ഉയർന്ന റിട്ടേൺ, അതിൻ്റെ കോസ്റ്റിനേക്കാളുമുള്ള റിട്ടേൺ, അതിൽ നിന്നും കിട്ടുന്ന ഏറ്റവും ഉയർന്ന പ്രോഫിറ്റബിലിറ്റിയെയാണ് കെയ്ൻസ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ആൻഡ് അക്കോർഡിംഗ് ടു കെയ്ൻസ്, the MEC is the ratio between the perspective yield of an additional capital asset and its cost or supply price. ഇപ്പോൾ കെയ്ൻസ് പറയുന്നത് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ഒരു ക്യാപിറ്റലിൻ്റെ അഡീഷണൽ ആയിട്ടൊരു ക്യാപിറ്റൽ അസറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന പേഴ്സ്പെക്റ്റീവ് ഈൽഡിൻ്റെ, അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഈൽഡിൻ്റെ അല്ലെങ്കിൽ റിട്ടേണിൻ്റെയും അതുപോലെ തന്നെ അതിന് വേണ്ടി വരുന്ന ചിലവിൻ്റെ, അതല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈ പ്രൈസിൻ്റെ, അതല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ദാറ്റ് ക്യാപിറ്റൽ അസറ്റും തമ്മിലുള്ള റേഷ്യോ ആണ്, ആക്ച്വലി റിലേഷൻഷിപ്പാണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്നാണ് കെയ്ൻസ് പറയുന്നത്. സോ വി ഹാവ് യൂസ്ഡ് a term that is perspective yield. So we have to know what is this perspective yield. This perspective yield is the amount of annual income that an investor expects to obtain from selling the output of his capital asset after reducing or deducting the running expenses. അപ്പോൾ ഈ പെർസ്പെക്റ്റീവ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ അസറ്റ് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനവും ആ വരുമാനത്തിൽ നിന്ന് ആ ഉൽപ്പാദന പ്രക്രിയക്ക് വേണ്ടി വരുന്ന ചെലവുകൾ കഴിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ അസറ്റ് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം അത് എന്ത് കഴിച്ചിട്ടായിരിക്കണോ, അതിന് വേണ്ടി വരുന്ന ചെലവുകൾ റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ചെലവുകൾ കഴിച്ച് ഒരു ക്യാപിറ്റൽ അസറ്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെയാണ് പെർസ്പെക്റ്റീവ് ഈൽഡ് എന്നതുകൊണ്ട് കെയ്ൻസ് ഉദ്ദേശിച്ചത്. ഇഫ് വി ഡിവൈഡ് ദ എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ഇൻടു എ സീരീസ് ഓഫ് പീരീഡ്സ് ലൈക്ക് എ ഇയർ എക്സെട്ര, then the return from such a capital asset can be written as R1, R2, R3, etc. Rn. In this, the subscript R1 refers to the first year, the 2 refers to second year, etc. and up to nth year. So this series of returns or annuities, that is R1, R2, etc. is called as perspective yield of investment or perspective yield of capital asset. അതായത് ഒരു ക്യാപിറ്റലിൻ്റെ അതിൻ്റെ പ്രതീക്ഷിക്കുന്ന ലൈഫിനെ നമ്മൾ ഡിഫറെൻറ്റ് പീരീഡുകളായിട്ട്, ഒരു വർഷമായിട്ടോ അല്ലെങ്കിൽ മാസങ്ങളായിട്ടോ, ഇവിടെ നമ്മൾ വർഷങ്ങളുടെ ഒരു വർഷമായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ വർഷത്തിലും ലഭിക്കുന്ന ആ ക്യാപിറ്റലിൻ്റെ ലൈഫ് ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനെ നമുക്ക് R1, R2, R3 എക്സെട്ര അപ് ടു Rn എന്ന് എഴുതാൻ പറ്റും. ഇതിൽ R1
2 3 എന്നൊക്കെ പറയുന്നത് ഓരോ ഇയർ ആണ്. R1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ, R2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയർ, എക്സെട്ര. So far we have mentioned about the perspective return or perspective yield of a capital asset. Now we have to consider, or the producer will also have to consider, the price of or the cost of that capital asset, or it is the cost of purchasing or acquiring a factory or a machinery, etc. So this is the supply price of capital. And this supply price of purchasing or acquiring a new asset is totally for a new asset and not for the price of an existing asset. That means this supply price is not the price of an old machinery or plant. Instead it means the price of purchasing or acquiring a new asset of that kind. നമ്മളിതുവരെ പറഞ്ഞിരുന്നത് അതിൻ്റെ പേഴ്സ്പെക്റ്റീവ് ഈൽഡാണ്, അതിൻ്റെ റിട്ടേണിനെ കുറിച്ചായിരുന്നു. പക്ഷേ പ്രൊഡ്യൂസർ റിട്ടേൺ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ പ്രൊഡ്യൂസർ അതിൻ്റെ വരുന്ന ചിലവും അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ അക്വയർ ചെയ്യാനുള്ള ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഫാക്ടറി തുടങ്ങാനുള്ള ചിലവും പ്രൊഡ്യൂസർ കൺസിഡർ ചെയ്യേണ്ടി വരും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സപ്ലൈ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ. ഈ സപ്ലൈ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ എന്നുകൊണ്ട് കെയ്ൻസ് ഉദ്ദേശിച്ചത് നിലവിലുള്ളൊരു മെഷീനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ മെഷീനോ അല്ലെങ്കിൽ പഴയ ഒരു ഫാക്ടറി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ചിലവല്ല. അത്തരത്തിലുള്ളൊരു ഫാക്ടറി ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങുകയാണെങ്കിൽ അതിന് വേണ്ടി വരുന്ന ചിലവായിട്ടാണ് അദ്ദേഹം സപ്ലൈ പ്രൈസ് ഓഫ് ക്യാപിറ്റലിനെ ഉദ്ദേശിച്ചത്. Here SP is the supply price of capital or cost of capital asset, and R1, R2, etc. Rn are the annual return from that capital asset or expected return from that capital asset in different time periods, and I is the rate of discount. In this Keynesian equation, I makes the supply price of capital asset exactly equal to the present value of the expected yield from that capital asset. ഇവിടെ ഐ എന്ന് പറയുന്നത് ഒരു റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നൊരു ടേമാണ്. ഈ ഐ എന്ന് പറയുന്ന ടേമാണ് സപ്ലൈ പ്രൈസ് ഓഫ് ക്യാപിറ്റലിനെ അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് വരുന്ന കോസ്റ്റിനെ അതിൽ നിന്നും കിട്ടുന്ന റിട്ടേണിന് അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനത്തിൻ്റെ ഓരോ വർഷത്തെയും അന്നത്തെ വിലക്ക് തുല്യമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഐ എന്ന് പറയുന്നൊരു ടേം. അതുകൊണ്ടാണ് അതിന് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഐ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ആ ക്യാപിറ്റലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനത്തിൻ്റെ ഇപ്പോഴത്തെ വില എത്രയാണോ എന്നുള്ളതും ഈ രണ്ടും ഈക്വലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നൊരു ടേമാണ് ഐ എന്ന് പറയുന്നത്. We can explain this marginal efficiency of capital with an example. Suppose we assume that the lifetime of a capital asset or N is 2 years, and the cost of capital asset or supply price of capital asset is rupees 3000, and the expected yield from this capital asset at the end of first year is rupees 1100, and in the second year the expected return is rupees 2420. And we also assume that the value of I or the rate of discount that will equate the expected rate of return with its cost is 10% or 0.10. അപ്പോൾ നമുക്ക് പറഞ്ഞു വരുന്നത് ഈ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലിനെ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് വി ആർ ടേക്കിംഗ് എക്സാമ്പിൾ, വി ആർ ടേക്കിംഗ് എ ക്യാപിറ്റൽ അസറ്റ്. നമ്മൾ അസ്യൂം ചെയ്യാണ് അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 2 വർഷം. ഇനി ആ ക്യാപിറ്റലിൽ നിന്ന് ആ ക്യാപിറ്റലിന് വേണ്ടി വരുന്ന ചിലവ് അല്ലെങ്കിൽ സപ്ലൈ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഓർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് SP, വി ആർ അസ്യൂമിങ് ദാറ്റ് rupees 3000. ആൻഡ് ഇനി ആ ക്യാപിറ്റൽ അസറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വിൽപ്പന നടത്തുമ്പോൾ അതിൽ നിന്നും ആദ്യ വർഷം ലഭിക്കുന്ന വരുമാനം അതല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഈൽഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആദ്യത്തെ വർഷത്തെ റിട്ടേൺ R1 എന്ന് പറയുന്നത് വി ആർ ഗിവിങ് എ വാല്യൂ ഓഫ് rupees 1100. ആൻഡ് ഇൻ ദ സെക്കൻഡ് ഇയർ നമ്മൾ അസ്യൂം ചെയ്യുന്നത് റിട്ടേൺ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം 2420. ആൻഡ് വി ഓൾസോ അസ്യൂം ദാറ്റ് നമ്മൾ അതും കൂടി അസ്യൂം ചെയ്യാണ് ആ ഇക്വേഷനിലുള്ള I എന്ന് പറയുന്നതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട്
ഇതാണ് നമ്മുടെ ഈ രണ്ടിൻ്റെയും സപ്ലൈ പ്രൈസിൻ്റെയും അതുപോലെ തന്നെ റിട്ടേണിനെയും ഈക്വൽ ആക്കുന്ന ആ ഒരു കോഎഫിഷ്യൻ്റ്. അത് വി ആർ അസ്യൂമിങ് ദാറ്റ് ഈസ് 10%. 10% എന്ന് പറയുമ്പോൾ 1ൻ്റെ 0.10. ഓക്കെ, we are know that the equation is SP is equal to R1 divided by 1 plus I the whole plus R2 divided by 1 plus I square. നമ്മൾ ഈ ഇക്വേഷന് ഇത് ഓൾറെഡി നമുക്കുള്ള ഇക്വേഷനാണ്. ഇതിന് നമ്മൾ 2 ടൈം പീരീഡ് ആണെങ്കിൽ ലൈഫ് ടൈം 2 ഇയർ എന്നുള്ളത് കൊണ്ട് നമ്മളാകെ 2 വർഷത്തെ റിട്ടേൺ മാത്രമേ നമുക്ക് കാണിക്കേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ആ ഇക്വേഷൻ നമ്മൾ SP is equal to R1 divided by 1 plus I plus R2 divided by 1 plus I square എന്നുള്ളത് കൊടുക്കാനുള്ള കാരണം. ഓക്കെ, now we have to put the value into this particular equation. We know that the supply price of capital is equal to rupees 3000. So here this is 3000 is equal to, and R1 is equal to 1100. So this is 1100 divided by 1 plus I. We know that rate of discount is 10%. So 10% means 10% of 1 is equal to 0.10. Okay, the whole plus the rate of return in the second period is 2420 divided by 1 plus I. Here I again, that is 10% or 0.10 of 1. Sorry, 0.10 bracket close here whole square. This is the value. ഇങ്ങനെ നമ്മൾ ആ വാല്യൂ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ we will get this type of an equation, and by solving it we will get the value that by dividing 1100 by 1000 with 1 plus 0.1 we will get the value of 1000, and also we divide 2420 with 1 plus 0.10 square means 2420 divided by 1.21 ആയിരിക്കും കിട്ടുക, and the value will be 2000. So this particular I equates the supply price of capital 3000 with that of the expected return from capital, means 1000 plus 2000 is equal to 3000. Here the point is to be noted that investment will take place only if the net perspective yield or expected return of an asset should be greater than its supply price. Then only the new investment will take place in an economy. Now we are going to discuss what will be the effect of MEC as well as rate of interest or marginal efficiency of capital and rate of interest on investment. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ക്യാപിറ്റലിൻ്റെ മാർജിനൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ക്യാപിറ്റലിന് വേണ്ടി വരുന്ന ചിലവ്, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. The MEC and rate of interest are two important factors or two important variables that will affect the volume of investment in an economy according to Keynes. Here MPC, as we have discussed in previous slides, it is the result of the supply price and the prospective yield or return of that capital asset, and rate of interest is the price paid for capital asset, and it is determined by demand and supply of loanable funds. ഡിമാൻഡിനുള്ള ലോണിനുള്ള ഡിമാൻഡും അതുപോലെ തന്നെ സേവിങ്സിലൂടെയൊക്കെ വരുന്ന ലോണിൻ്റെ സപ്ലൈയും ആണ് ലോണിന് അവൈലബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റുകളുടെയും സപ്ലൈ, അതിൻ്റെ ഡിമാൻഡ് സപ്ലൈയും ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത്. So when an entrepreneur decides to invest or purchase new capital asset, he may be purchase that capital asset either by borrowing funds from market or from banks, or he may use his own resources, financial resources. So if the entrepreneur is taking loans, he has to pay the market rate of interest, or if he is using his own capital financial resources, then he is sacrificing the interest rate that he will get if he lend that financial resources to some another person. അപ്പോൾ ഏത് കേസായാലും ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്ന ചിലവ് എന്ന് പറയുന്നത് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. So an entrepreneur or a business person or a producer will compare this price of investment or this rate of interest
with the marginal efficiency of capital. Here rate of interest is the cost of capital and marginal efficiency of capital is the expected return or income or maximum profit that a capital asset will provide to the entrepreneur. If the MEC or marginal efficiency of capital is greater than the market rate of interest, then the producer will undertake that particular project or that particular the producer will undergo for that particular factory. On the other hand, if MEC is less than the market rate of interest, then to the producer or to the business person that project will not be profitable. So that entrepreneur will not go with that particular project. He may lend his financial resources to some other persons. So as long as MEC is higher than the market rate of interest, the investment will continue in an economy, and once the MEC becomes equal to the market rate of interest, then the equilibrium rate of interest as well as investment will be determined in an economy. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഈ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായാൽ ആ ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ഓണ്ടർപ്രണർ ആ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകും. ഇനി നേരെ തിരിച്ചാണെങ്കിൽ ദാറ്റ് ഈസ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഈസ് ലെസ് ദാൻ ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദെൻ ആ പ്രൊഡ്യൂസർ ആ ഓണ്ടർപ്രണർ ആ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇല്ല. മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാകുന്നത് വരെ അല്ലെങ്കിൽ കൂടുതലാകുന്ന ടൈമിലൊക്കെ കാലഘട്ടങ്ങളിൽ സമ്പദ് വ്യവസ്ഥയിൽ എന്തുണ്ടാവും, ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റും will be determined when the marginal efficiency of capital become equal to the market rate of interest. The important point that is to be noted here that the MEC of a capital asset is not depends upon the market rate of interest. They are independent. എന്ന് പറഞ്ഞാൽ marginal efficiency of capital മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെയാണ് ഈ രണ്ട് വേരിയബിൾസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ MECയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിൽ ബന്ധമൊന്നും ഇല്ല. പർട്ടിക്കുലർ ഗ്രാഫ് X axis we are measuring capital stock and in Y axis we are measuring MEC and rate of interest. MEC is a downward sloping curve because according to Keynes, MEC or marginal efficiency of capital declines as investment increases. And in Y axis there are different symbols. There is an I, there is an R also. This I means that is rate of interest or market rate of interest, and R is the expected rate of return on a investment or rate of return from an investment. And suppose the market rate of interest is I0, then the equilibrium amount of capital stock will be equal to K0. ഇപ്പോൾ പറഞ്ഞു വരുന്നത് കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ കെയ്ൻസ് പറയുന്നത് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ വിൽ ബി എ downward sloping curve because as new investment take place the marginal efficiency of capital will diminishes because of the operation of the diminishing return to scale. നമ്മുടെ ഫിഗറിൽ ഒരു ഐ ഉണ്ട്, അതുപോലെ ആർ ഉണ്ട്. ഐ എന്ന് പറയുന്നത് മാർക്കറ്റിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ആർ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ആൻഡ് K0 എന്ന് പറയുന്ന വാല്യൂസ് ഉണ്ട്. നമ്മൾ സപ്പോസ് വി അസ്യൂം ദാറ്റ് നമ്മൾ പറയുകയാണ് മാർക്കറ്റിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് I0 ആകുമ്പോൾ the equilibrium level of capital stock എന്ന് പറയുന്നത് that will be K0 ആയിരിക്കും. ഇനി അതല്ല മാർക്കറ്റിൽ ഓക്കെ ലെവൽ ഓഫ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലെവലിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉണ്ടാകുന്നു എന്നുള്ളെങ്കിൽ ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് R0 ഇൻട്രസ്റ്റ് കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ ചിലവിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും റിട്ടേൺ കൂടുതലും ചിലവ് കുറവുകളും ആയിരിക്കുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലുകൾ പ്രൊജക്റ്റുകൾ സമ്പദ് വ്യവസ്ഥയിൽ നടക്കാൻ സാധ്യതയുണ്ട്. ദെൻ ദ ഇക്കോണമി വിൽ മൂവ് ടു ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് K0. ദാറ്റ് മീൻസ് സപ്പോസ് ഇഫ് a smaller amount of investment that is okay is only taking place in an economy,
then the market rate of interest I0 will be lower than the expected return from the investment R0. So due to the higher return than the cost of that capital asset, there will be additional investment in an economy, and ultimately that will lead to equilibrium level of investment K0. And similarly, if larger amount of investment is taking place in an economy like OK1, then the market rate of interest, that is I0, is higher than the return from capital asset R1. Since return is lower and the market rate of interest is higher, there will be a decrease in my investment in that particular economy, and ultimately that will move left to the equilibrium level of investment K0. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇനി മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണെങ്കിൽ, ദാറ്റ് ഈസ് നമ്മൾ എക്സാമ്പിൾ പ്രകാരം OK1 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാൾ കുറവായിരിക്കും ആ ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും റിട്ടേൺ കുറവും അതിന് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലുമാകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സമ്പദ് വ്യവസ്ഥയിൽ കുറയും. അങ്ങനെ കുറഞ്ഞിട്ട് അത് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് K0 എത്തിച്ചേരും. സോ ദ ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഇൻ എൻ ഇക്കോണമി ഈസ് ഡിറ്റർമൈൻഡ് ബൈ MEC in conjunction with the market rate of interest. Market rate of interest MECയുമാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഒപ്റ്റിമം സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ അസറ്റിനെ തീരുമാനിക്കുന്നത്. Or we have discussed about what is MEC, its graphical explanations and the effect of MEC as well as rate of interest on the investment decisions in an economy. And in this particular section we are going to discuss the determinants of MEC. അതല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് MECയെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത്. The first one is the demand for the product. Demand for a product is an important determinant of MEC. If the demand for a product is expected to increase and its cost is expected to fall, then the MEC for that investment will be very high. On the other hand, if the demand for a product is expected to fall and the cost of such products are expected to increase, then MEC will also be lower. So ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് ഡിമാൻഡ് കൂടുമെന്ന് പ്രതീക്ഷിക്കുകയും അതിന് വരുന്ന ചെലവ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയുമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ MEC മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും. The second determinant is sudden changes in income. If the business community is getting unexpected gains in the form of tax concessions, unexpectedly larger demand and thereby higher profit, so the MEC will also be high and investment in a country will go up. അതായത് പ്രൊഡ്യൂസേഴ്സിൻ്റെ വരുമാനത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും വർധനവ് ഉണ്ടാവുകയാണെങ്കിൽ, ഡിമാൻഡ് ഒരുപാട് കൂടിയത് കാരണം പ്രോഫിറ്റ് കൂടുകയോ അതല്ലെങ്കിൽ ടാക്സ് കൺസെഷൻ പോലെ ഗവൺമെൻറ് എന്തെങ്കിലും റിലീഫ് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ MEC സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് കൂടുതലാകും, റിട്ടേൺ കൂടുതലാകുമ്പോൾ MECയും കൂടുതലാവും. അത് സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാൻ കാരണമാവും. The third determinant is current rate of investment. If in a particular industry a larger amount of investment is already taken place, then there is a little scope for further investment, thereby the MEC will be lower. എന്ന് പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഒരു പ്രത്യേക വ്യവസായത്തിൽ അല്ലെങ്കിൽ ഒരു മേഖലയിൽ ഒരു സെക്ടറിൽ ഓൾറെഡി ഒത്തിരി നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിന് സ്കോപ്പില്ല. അതുകൊണ്ട് തന്നെ സ്കോപ്പില്ലാത്തതുകൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ കുറവായിരിക്കും.
The next determinant is wave of optimism and pessimism in an economy. If the business persons are optimistic about the future behavior of the market, then MAC will be overestimated. And during the period of pessimism, or the investors are pessimistic about the future events, then MAC will be underestimated. എന്ന് പറഞ്ഞാൽ ആ സമ്പദ് വ്യവസ്ഥയിലെ ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ പ്രതീക്ഷയും അശുഭ പ്രതീക്ഷയും അല്ലെങ്കിൽ പെസിമിസവും ഒപ്റ്റിമിസവും ആ സമ്പദ് വ്യവസ്ഥയിലെ MACയെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ സ്വാധീനിക്കും. ഇപ്പോൾ ബിസിനസ് പേഴ്സൺസ് ആർ ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ അവർ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുള്ളവരാണെങ്കിൽ MACയുടെ വാല്യൂ ദേ വിൽ ബി ഓവർ എസ്റ്റിമേറ്റഡ്. അവർ MAC കൂടുതലായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തേക്കാം. അതുപോലെ അവർ കൂടുതൽ റിട്ടേൺ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണത്. അതുപോലെ തന്നെ നേരെ തിരിച്ചാണെങ്കിൽ അവർക്ക് പ്രതീക്ഷ കുറവാണെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള പെസിമിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ MAC അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ വിൽ ഓൾസോ ഇൻഫ്ലുവൻസ് ദ marginal efficiency of capital. If the population growth is high, then it is expected to increase a higher demand, or expected to increase demand, then MAC will be higher and vice versa. എന്നാൽ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുതലാണെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയും അതുകൊണ്ട് തന്നെ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ഡിറ്റർമിനൻറ്റ് ഈസ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. If technological development takes place in an economy, there is ample scope for increasing the profitability of that particular industry. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ ആ ഇൻഡസ്ട്രിയിൽ കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവാനും അതുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റ് ഇൻഡസ്ട്രികളിലും ഈ ഇൻഡസ്ട്രികളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റും MAC ഒക്കെ കൂടാനും സാധ്യത ഉണ്ട്. And now we are going to discuss what are the importance of MAC in an economy or in Keynesian theory. According to Keynes, MAC plays an important role in his theory of employment. Keynes states that the level of employment depends upon investment, and this investment depends upon the rate of interest and MEC. So if MEC is higher than the rate of interest, then the level of investment will be higher in an economy, thereby there will be an increase in employment. അപ്പോൾ കെയ്ൻസ് പറയുന്നത് ലെവൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ എംപ്ലോയ്മെൻറ്റ് ലെവലിനെ തീരുമാനിക്കുന്നതിൽ MACക്ക് കാര്യമായിട്ടുള്ള റോളുണ്ട്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എംപ്ലോയ്മെൻറ്റിനെ നിർണ്ണയിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. സമ്പദ് വ്യവസ്ഥയിൽ എത്രമാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് MECയെയും അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയും ആണ്. ഇപ്പോൾ ഇഫ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇഫ് MEC ഈസ് ഹയർ ദാൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അപ്പോൾ പിന്നെ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ തൊഴിലവസരങ്ങളും ഉണ്ടാവും. MEC, the theory of MEC or the concept of MEC can also be used to explain the business cycle theory. According to Keynes, the business fluctuations or cyclical fluctuations in an economy is happen mainly because of the variations in investment, variations in the rate of investment. And since the rate of investment or investment is depends upon the marginal efficiency of capital and rate of interest can be explained with MAC. During the time of depressions, MAC will be lower, and during the time of recovery and boom, MAC will be higher. ബിസിനസ് സൈക്കിൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനും കെയ്ൻസിൻ്റെ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാം. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ബിസിനസ് സൈക്കിളുകൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ബൂമും ഡിപ്രഷനൊക്കെ സമ്പദ് വ്യവസ്ഥയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നത് ആ സമ്പദ് വ്യവസ്ഥയിലെ ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടാകുന്ന വേരിയേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ ബൂമായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാകുമ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ ഡിപ്രഷൻ ആയിരിക്കുമെന്നാണ് കെയ്ൻസ് പറയുന്നത്. കെയ്ൻസ് അങ്ങനെയാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് MECയെ ഡിപ്പെൻഡ് ചെയ്യുന്നതായതുകൊണ്ട് ബിസിനസ് സൈക്കിളിൻ്റെ ഉയർച്ച താഴ്ചകൾ എക്സ്പ്ലെയിൻ ചെയ്യാനും MECയെ ഉപയോഗിക്കാമെന്നാണ് അതിൻ്റെ സെക്കൻഡ് ഇമ്പോർട്ടൻസ്. MEC ക്യാൻ ഓൾസോ യൂസ്ഡ് ടു സോൾവ് or it is a solution to the depression in an economy. According to Keynes, the liquidity trap arises during the time of depression, and the rate of interest cannot be pushed down below the level set by the liquidity trap by increasing the supply of money. So the level of investment can only increase during the time of depression or during the time of liquidity trap only by
increase in the marginal efficiency of capital. കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഡിപ്രഷൻ്റെ സമയത്ത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ലിക്വിഡിറ്റി ട്രാപ്പ് ഉണ്ടാവും. അപ്പോൾ പലിശ നിരക്ക് കുറക്കുന്നതിലൂടെ അല്ലെങ്കിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്ത് പലിശ നിരക്ക് ലിക്വിഡിറ്റി ട്രാപ്പിനേക്കാൾ താഴോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പലിശ നിരക്കിൽ അതല്ലെങ്കിൽ പലിശ നിരക്കിൽ ചേഞ്ചസ് വരുത്തിയിട്ട് അല്ലെങ്കിൽ മണി സപ്ലൈ ചേഞ്ചസ് വരുത്തിയിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് സമ്പദ് വ്യവസ്ഥയിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിനെ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ രണ്ടാമത് ഇൻവെസ്റ്റ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു എലമെൻസാണ് MEC. അപ്പോൾ MEC ആണ് ഡിപ്രഷൻ്റെ സമയത്ത് ആകെയുള്ള ഒരു സൊല്യൂഷൻ എന്നാണ് കെയ്ൻസ് പറയുന്നത്. And the last point is socialization of investment. Socialization of investment means government control over investment. Socialization of investment means the government control over investment. Or if there is a deficiency of private investment, then the government should compensate the private investment. The Keynes states that the investment in a capitalist economy is highly unstable in the long run. This instability of investment in a capitalist economy is mainly because of the fluctuations in MEC. അപ്പോൾ കെയ്ൻസ് പറയുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് റണ്ണിൽ അൺസ്റ്റേബിൾ ആയിരിക്കും. ഇങ്ങനെ അൺസ്റ്റേബിൾ ആവാനുള്ള കാരണം അതിൻ്റെ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഫ്ലക്ച്വേഷൻസ് അതിൻ്റെ പ്രതീക്ഷകൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഫ്ലക്ച്വേഷൻസിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഇൻസ്റ്റെബിലിറ്റി അഡ്രസ്സ് ചെയ്യാൻ കെയ്ൻസ് പറയുന്നത് ഗവൺമെൻറ് സോഷ്യലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോഷ്യലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ദ ഗവൺമെൻറ് എന്ത് ചെയ്യണം, പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുകയാണെങ്കിൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അതാണ് കെയ്ൻസ് പറയുന്നത്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് MEC. Now we are going to discuss the criticism, the major criticism leveled against the Keynesian theory of marginal efficiency of capital. Keynes states that the marginal efficiency of capital is a dynamic concept and rate of interest is a static concept. Expectations about the future return is the most important element of MEC, the theory of MEC, അല്ലെങ്കിൽ marginal efficiency of capital. These expectations are influenced by both marginal efficiency of capital as well as rate of interest and not simply marginal efficiency of capital. So Keynesian assumption is wrong because Keynes assumes that MEC is dynamic and rate of interest is a static concept that will not affect the investment decisions. But in reality, both are dynamic in nature. Keynesian theory did not address the impact of improved technology of production or technique of production on MEC. കെയ്ൻസിൻ്റെ മാർജിനൽ എഫിഷ്യൻസി ഓഫ് തിയറി ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ട് പ്രൊഡക്ഷനിലെ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ട് MECയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അഡ്രസ്സ് ചെയ്യുന്നില്ല. ആൻഡ് ദ ലാസ്റ്റ് ക്രിറ്റിസിസം ഈസ് ദ കെയ്നീഷ്യൻ തിയറി ഓൾസോ ഇഗ്നോർഡ് ദ ഇമ്പാക്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ക്വാളിറ്റി ആൻഡ് സ്കിൽ ഓഫ് ലേബർ ഓൺ MEC. തൊഴിലാളികളുടെ ക്വാളിറ്റിയിലും സ്കില്ലിലും ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ് MEC എങ്ങനെ ബാധിക്കുമെന്ന് കെയ്ൻസിൻ്റെ തിയറി അഡ്രസ്സ് ചെയ്തിട്ടില്ല. സോ ദീസ് ആർ ദ മേജർ ക്രിറ്റിസിസംസ് ലെവൽഡ് അഗെയിൻസ്റ്റ് Keynesian theory of marginal efficiency of capital. Today we have discussed the Keynesian theory of marginal efficiency of capital and what is the effect of MEC as well as rate of interest on investment decisions in an economy, and what are the importance of his concept MEC or marginal efficiency of capital, as well as what are the determinants of marginal efficiency of capital and the limitations of his theory. Thank you.